ഹായ് ഗൈസ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു പ്ലസന്റ് ആൻഡ് സണ്ണി ഡേ ആയിരുന്നു. ഇന്ന് പൊതുവെ പുറത്ത് തണുപ്പ് കുറവായിരുന്നു. കണ്ടില്ലേ സണ്ണ് കിസ് ചെയ്യുന്നേ? ഈ കിർ കിർ എന്നുള്ള സൗണ്ട് കേട്ടോ, ഇത് ഐസ് ഹാർഡ് ആവുന്നതാണ്. നല്ല രസം ഇതിന്റെ മുകളിൽ കൂടി നടക്കാൻ. നമ്മൾ ഓരോ സാധനങ്ങൾ ചവിട്ടി പൊട്ടിക്കുന്ന പോലെ തോന്നും. ഞാൻ എപ്പോഴും ഫ്ലൈറ്റ് കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കൂട്ടോ. എത്ര വലുതായാലും മാറാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു ഇത്. ഞാൻ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ? പിന്നെ ഇന്നലത്തെ വീഡിയോയുടെ കമന്റ്സിൽ കുറച്ച് കുട്ടികളും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്നോയിൽ അവരുടെ പേര് ചെയ്താവുന്നു. അപ്പൊ ഞാൻ എല്ലാവരുടെയും പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആര്യ, അബീന, ആൻമരിയ, ഫെബിൻ, രേജ, സഫമോൾ എല്ലാവരും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ചേച്ചിക്കും ചേട്ടനും ഓഫ് ആയതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നേ. വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നേ. ഇത് പിന്നെ വെയിൽ കണ്ടതിന്റെ ആഹ്ലാദമാണ്, അതാരും മൈൻഡാക്കണ്ട. ഞങ്ങൾ ആദ്യം പോയത് ഒരു ചൈനീസ് മാർക്കറ്റിലേക്കാട്ടോ. ഇവിടെ ഒരു വീട്ടിലേക്ക് വേണ്ട A to Z എല്ലാ കാര്യങ്ങളും കിട്ടുവേ. അവിടുന്ന് ഇപ്പൊ എനിക്ക് കാര്യമായിട്ടൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാനൊരു കണ്ടെയ്നർ മാത്രം എടുത്തിട്ടുള്ളേ. അതിനുശേഷം ഞങ്ങൾ ഇവിടുത്തെ ഒരു മാളിലേക്കാണ് പോയത്. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ KFC കയറി ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചേ. മിസ്റ്റർ DIY ഈ ഷോപ്പ് ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് പറ്റുന്ന ഷോപ്പാട്ടോ. പിന്നെ എവിടെയെങ്കിലും ഒരു മിറർ കണ്ട് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ചേച്ചിയും ചേട്ടനും മസാജ് ചെയ്യാൻ വേണ്ടിട്ട് മസാജ് ചെയറിൽ കയറുന്നുണ്ട്. ക്രിസ്മസിന്റെ ഡെക്കറേഷൻ ഒന്നും അവർ ഇതുവരെ മാറ്റിയിട്ടില്ല. ഈ മാളിന്റെ താഴത്തെ ഫ്ലോറിൽ ഒരു സൈഡ് തൊട്ട് അടുത്ത സൈഡ് വരെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് ആട്ടോ, ഓഷൻ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാ പോണേ. 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടേ. ഞാൻ അവിടെ ചെന്നപ്പോ കണ്ടിട്ടോ, നമ്മുടെ നാട്ടിൽ ഈ പറമ്പിലൊക്കെ നിൽക്കുന്ന ചെടിയില്ലേ, അത് അവരവിടെ വിൽക്കാൻ വെച്ചേക്കുന്നു. അത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നി. പിന്നെ ഇത് നോക്കിയൊക്കെ കോളയുടെ ഒക്കെ ക്യാൻ പോലെ ഒരു പെർഫ്യൂം ബോട്ടിൽ. ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പൊ നമ്മുടെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാറിലേക്ക് പോവാണേ, തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാനും ചേച്ചിയും കൂടെ വീണ്ടും ഒന്ന് കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു ആഫ്രിക്കൻ ഫ്രണ്ട് കൊണ്ടുവന്ന ഒരു സാധനം കണ്ടോ. ഇതാണ് ഡ്രൈഡ് പട്ടുനൂൽ പുഴു. ഇത് കഴിക്കാൻ പറ്റും. ഇതിന് നമ്മുടെ ഉണക്കമീന്റെ സ്മെല്ലാട്ടോ. ഞാൻ കഴിച്ചു നോക്കിയില്ല. പുള്ളി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാന്നുകൊണ്ട് കഴിച്ചു കാണിച്ചു. ക്രിസ്പി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചേ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ ഇട്ട് വരാം. ബൈ.